2018 ഭീകരപ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മദിനമാണ് ഇന്ന്. കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് 6 വർഷം മുമ്പത്തെ പ്രളയത്തിന്റെയും അതിജീവനത്തിന്റെയും ഓർമ്മയെത്തുന്നത്. ഇരുവശത്തു നിന്നും പ്രളയജലം കുത്തിയൊഴുകുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലത്തിലൂടെ ഒരു കൈക്കുഞ്ഞിനെയും മാറോടടച്ചോടുന്ന രക്ഷാപ്രവർത്തകരുടെ ഈ ചിത്രം മലയാളിക്കൊരിക്കലും മറക്കാനാവാത്ത ഉജ്ജ്വലമായൊരു അതിജീവന ചിത്രമാണ്. നിശ്ചയമായും പകരങ്ങളില്ലാത്ത വലിയ ത്യാഗങ്ങൾ കൊണ്ടും ധീരത കൊണ്ടും മലയാളി മാറോടണച്ചോടി മറുകരയെത്തിച്ചതാണ് ഇന്നീ കേരളം. അവിടെ നിന്ന് നിപ്പയും കോവിഡും കവളപ്പാറയും പുത്തുമലയും കടന്നെത്തി നിൽക്കുന്നത് കേരളത്തിന്റെ ഹൃദയം പിളർന്ന ഉരുൾപൊട്ടലിന്റെ ഈ നിമിഷത്തിലാണ്. അവിടെയും മഹാപ്രളയത്തിൽ മുങ്ങിയ കേരള ജനതയുടെ അതിജീവനത്തിന്റെ പാഠങ്ങൾ തന്നെയാണ് വഴികാട്ടി. കാസർകോട് ഒഴികെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളെയും 2018 പ്രളയം തകർത്തെറിഞ്ഞു. 443 ജീവനുകൾ പൊലിഞ്ഞു. അരക്കോടിയിലധികം മനുഷ്യരുടെ കൃഷിയും കിടപ്പാടങ്ങളും മുങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകളിലായത് 15 ലക്ഷത്തോളം മനുഷ്യർ. കേരളമെമ്പാടും കൈമേയി മറന്നിറങ്ങിയപ്പോൾ ഒരു പ്രളയത്തിനും തോൽക്കാത്ത ഒരുമ ഉയർന്നു നിന്നു. മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന് രക്ഷാസൈന്യമായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ കുത്തിയൊഴുകി. രാജ്യങ്ങൾ നേരിട്ട് വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പിടിവാശി കൊണ്ട് മാത്രം മുടങ്ങി. രക്ഷാപ്രവർത്തനത്തിന്റെ ഹെലികോപ്റ്റർ വാടക വരെ കേന്ദ്രം കണക്കു പറഞ്ഞെണ്ണി വാങ്ങി. എന്നിട്ടും തളരാതെ തകരാതെ നിന്നു ഈ കേരളം. ദുരന്തമുഖത്ത് ഒരു ജനതയും ഒരു ജനകീയ സർക്കാരും എങ്ങനെ ഇടപെടണമെന്ന കേരള പാഠം തുടങ്ങുന്നത് 2018 പ്രളയകാലത്താണ്. ഇപ്പോഴിതാ മുണ്ടക്കയിലും ചൂരൽമലയിലും വയനാട്ടുകാരുടെ ഹൃദയത്തിലാണ് ഇപ്പോൾ സങ്കടങ്ങളുടെ ഉരുൾപൊട്ടുന്നത്. മണ്ണിനും വീടിനുമൊപ്പം ഒലിച്ചു പോവാത്തവരുടെ കണ്ണീരിലാണ് പ്രളയം. കേരളം കൈകോർത്ത് അതും ശാന്തമാക്കട്ടെ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.